ഹലോ, ദിസ് ഇസ് മജിഷ ഫ്രം ആത്മയ ഡിസൈനർ സ്റ്റുഡിയോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ അടുത്ത് മാക്സിമം ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ്. മോസ്റ്റ് ഓഫ് ദ കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോ എന്ന്. നമ്മുടെ കേരളത്തിലുള്ള കസ്റ്റമേഴ്സിനെക്കാട്ടും കേരളത്തിന് പുറത്തുള്ള കസ്റ്റമേഴ്സാണ് അധികം നമ്മുടെ അടുത്ത് ചോദിക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന്. മേ ബി അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂ കാരണമായിരിക്കാം, ഒരു സൈറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ അവർക്ക് കിട്ടില്ലേ, ക്വാളിറ്റി അതിൻ്റെയൊക്കെ പേടികൊണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ COD നമുക്ക് വേണമെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ നമ്മൾ കൊടുക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു പീസ് ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ട് അത് സെയിൽ ചെയ്യണവരല്ല. മുമ്പേ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെയിൽ ചെയ്യണതാണ്. ഇപ്പൊ പല കേസിലും ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് എന്റെ തന്നെ ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളൊരു മൂഡിൽ ചിലപ്പോൾ ബുക്ക് ചെയ്യും, അപ്പൊ കിട്ടാൻ നേരത്തെ ചിലപ്പോൾ നമ്മൾക്ക് അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സമയത്ത് പൈസ ഇല്ലെങ്കിൽ അതൊക്കെ റിട്ടേൺ അങ്ങോട്ട് പോകും. അപ്പൊ നമ്മൾ റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് വരുന്നത് ഭയങ്കര ലോസാണ്. അതായത് നമ്മൾ ഒരാൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഡ്രസ്സ് അത് തിരിച്ചു വരികയാണ്. അത് നമുക്ക് വേറെ ആൾക്ക് കൊടുക്കണമെങ്കിൽ അതേ സൈസും മെഷർമെന്റും ഒക്കെ നമുക്ക് അത് സെയിം ആയിട്ട് വന്നാലേ ഞങ്ങൾ കൊടുക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പം അല്ലാണ്ട് ഈ ബൾക്കായിട്ട് ചെയ്യുന്നവർക്ക് എന്ന് പറയുമ്പോൾ ഒരു സാധനം നമ്മളെടുത്ത് ഒരു 100 പീസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതൊരു 10-20 എണ്ണം നമുക്ക് COD കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് റിട്ടേൺ വന്നാലും നമുക്ക് ബാക്കി മറ്റേന്റെ കൂടെ നമുക്കത് സെയിലായി പോയിക്കോളും. പിന്നെ CODയിൽ ഞാൻ അന്വേഷിച്ചിട്ടുള്ളപ്പം അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷിപ്പിംഗ് ചാർജ് കൊടുക്കണം. അങ്ങോട്ടേക്ക് അയക്കാനുള്ളതിന് ഷിപ്പിംഗ് ചാർജ് കൊടുക്കണം. റിട്ടേൺ വരുമ്പോൾ അതിന്റെ ഷിപ്പിംഗ് ചാർജും അയക്കാൻ ആളുടെ അടുത്ത് തന്നെയാണ് അവർ എടുക്കുക. അപ്പോൾ നമ്മളൊരു ഡ്രസ്സ് അയക്കുകയാണെങ്കിൽ വെറുതെ ഒരു 200 രൂപ മിനിമം നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ അങ്ങ് പോകും, അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ മെയിൻ റീസൺ COD എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു ആൻസർ. കുറെ പേർക്ക് ഇങ്ങനെ പറഞ്ഞ് കൊടുക്കാറുണ്ട്. അപ്പൊ അതൊരു വീഡിയോ ആക്കി ചെയ്താൽ നല്ലതെന്ന് വിചാരിച്ചു. താങ്ക് യു.